വീട് വിട്ട് മാറി താമസിക്കുമ്പോൾ കുറേയധികം ചലഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിലും അതിലൊരു വലിയ ചലഞ്ച് രാവിലെ എന്തുണ്ടാക്കും എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. എൻ്റെ അമ്മയൊക്കെ തലേദിവസം ഇരുന്ന് അടുത്ത ദിവസം രാവിലെ എന്തുണ്ടാക്കുമെന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നത് പണ്ട് കണ്ടപ്പോൾ ഇത് ഇത്ര വലിയൊരു അന്താരാഷ്ട്ര പ്രശ്നമാണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. പിന്നുള്ളൊരു സമാധാനം ഇത് എൻ്റെ മാത്രം പ്രശ്നമല്ല, ജോലിയുടെ ആവശ്യത്തിനും കല്യാണം കഴിഞ്ഞും അല്ലാതെ വേറെ പല ആവശ്യത്തിനും വീട് വിട്ട് മാറി താമസിക്കുന്ന കുറച്ചെങ്കിലും ആൾക്കാർക്ക് ഈ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്നില്ലേ. പിന്നെ ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ ഓരോ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത്. ഇന്ന് എന്താണെങ്കിലും ചപ്പാത്തിയും മുട്ടക്കറി സെറ്റ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ അരിഞ്ഞു വെച്ചു. അനീഷടം ബാക്കി മുട്ടക്കറി ഉണ്ടാക്കി, ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി. അങ്ങനെ ഫുഡെല്ലാം സെറ്റ് ആക്കി വെച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും നേരെ പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്ന് ഫുഡ് കഴിച്ചു. സെക്കൻഡ് ട്രൈമസ്റ്ററിൽ വിശപ്പ് കുറച്ച് കൂടുതലായത് കാരണം ഇടയ്ക്ക് കഴിക്കാൻ സ്ട്രോബെറി ഒക്കെ ഞാൻ കഴുകി കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതേ ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്, നമ്മുടെ കുഞ്ഞു ബേബി സുഖമായിട്ടിരിക്കുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഡോക്ടറിനെയും കണ്ടു, കുഞ്ഞുമാവനെയും കണ്ടു. കുഞ്ഞുമാവൻ നല്ല സേഫ് ആയിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുന്നു. ആ ഒരു സന്തോഷത്തിൽ ഞങ്ങൾ നല്ലൊരു അടിപൊളി ഊണും കൂടെ കഴിച്ച് നേരെ വെള്ളോട്ട് ഇറങ്ങിയപ്പോൾ ദേ ഒരു സാധനം. ഈ ഒരു സീസണിൽ അധികം ചക്ക കാണാഞ്ഞോണ്ട് തന്നെ അതും കൂടെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി.